അതെ, അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാറ്റേൺ വൈസ് ഇറ്റ് വാസ് ഫൈൻ. അതുപോലെ വന്നുകൊണ്ട് ചെയ്യാൻ പറ്റി. തിങ്കിന്റെ മോക്ക് എക്സാം കാരണമാണ് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണെന്ന് മനസ്സിലാവാൻ പറ്റിയത്. കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. ഫസ്റ്റ് പാർട്ട് വന്നിട്ട് കുറച്ച് ടഫായിരുന്നു. എക്സാമിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ നമ്മൾ റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 1 to 10 എത്ര കൊടുക്കും? എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ? കുഴപ്പമില്ലായിരുന്നു. ഓവറോൾ എക്സാം വന്നിട്ട് ഫസ്റ്റ് പാർട്ട് വന്നിട്ട് കുറച്ച് ടഫായിരുന്നു. ബിക്കോസ് ഒത്തിരി കൗണ്ടിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ സ്കെച്ചിങ്ങിലോട്ട് വന്നപ്പോൾ സ്കെച്ചിങ് വന്നിട്ട് ഒത്തിരി എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒത്തിരി അധികം നമ്മൾ ചിന്തിച്ച് ബുദ്ധിമുട്ടേണ്ടി വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചിന്തിച്ച് ഒരു ഐഡിയ ഫോം ചെയ്യാനും നമുക്കത് പെട്ടെന്ന് തന്നെ എക്സിക്യൂട്ട് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു സ്കെച്ചിങ്ങിൽ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല എക്സാം ആയിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് അത്ര മോശമായിരുന്നില്ല. ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. നമ്മൾ പ്രിപ്പയർ ചെയ്ത തന്നെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ പോലെ തന്നെയായിരുന്നു പാർട്ട് എല്ലാം. കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. കുറേയൊക്കെ സിമെട്രി ബേസ്ഡ് ക്വസ്റ്റ്യൻസും കുറേയൊക്കെ കൗണ്ടിങ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. പാർട്ട് ബി വന്നപ്പോൾ കുറച്ചുകൂടെ സ്കെച്ചിങ് റിലേറ്റഡ് ആയിരുന്നു. പ്രോഡക്റ്റ് ഡിസൈൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പാർട്ടിയിൽ ഇപ്പം ന്യൂമറിക്കൽസ് പറഞ്ഞ കൗണ്ടിങ്ങും സിമെട്രി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു, വിച്ച് വാസ് കമ്പാരിറ്റീവ്ലി ഈസി. കൂടുതൽ GK റിലേറ്റഡ് ഒന്നും ഇല്ല. കൂടുതൽ ഇങ്ങനത്തെ കൗണ്ടിങ്ങും സിമെട്രിയും അത് റിലേറ്റഡ് ആയിരുന്നു. സ്കെച്ചിങ് എന്ന് പറയുമ്പോൾ ആദ്യം ഒരു സിനേരിയോ തരും, അതനുസരിച്ച് നമ്മൾ വരയ്ക്കണം. പിന്നെ പ്രോഡക്റ്റ് സ്കെച്ചിങ് ഉണ്ടായിരുന്നു, പിന്നെ സീക്വൻസ് ഡ്രോയിങ് ഉണ്ടായിരുന്നു, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. കുഴപ്പമില്ലായിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് ടൈം കിട്ടിയില്ല. മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. എല്ലാം ഈ ഒബ്സർവേഷൻ്റെ. ഡ്രോയിങ് കുഴപ്പമില്ല. ഡ്രോയിങ് എളുപ്പമായിരുന്നു. പാറ്റേൺ വൈസ് ഇറ്റ് വാസ് ഫൈൻ. എല്ലാം ഒരുവിധം പ്രതീക്ഷ ടൈപ്പൊക്കെ തന്നെ ആയിരുന്നു. മാത്സ് ഒക്കെ കുറവായിരുന്നു. അല്ലാണ്ട് ലോജിക്കൽ റീസണിങ് അങ്ങനത്തെ ആയിരുന്നു കൂടുതൽ. പിന്നെ ഡ്രോയിങ്ങിൻ്റെ പാർട്ടും ഇറ്റ് വാസ് ഫൈൻ. അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തന്നെയായിരുന്നു. ടൈമും മാനേജ് ചെയ്യാൻ പറ്റി. തിങ്കിൻ്റെ മോക്ക് എക്സാം നിങ്ങളെ ഈ ഒരു എക്സാമിൻ്റെ ഈ ഒരു പ്രിപ്പറേഷൻ ഫേസിൽ, ഈ ഒരു അറ്റംപ്റ്റിംഗ് ഫേസിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു? അതെ, അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എക്സാമിൻ്റെ പാറ്റേൺസും ഇന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആയാൽ കൂടി അത് ഞങ്ങൾ എക്സാമിൽ ചെയ്തതും ഞങ്ങൾ ക്ലാസ്സിൽ ഞങ്ങൾ റിവൈസ് ചെയ്തതും എല്ലാം സെയിം ആ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു വന്നത്. അതുകൊണ്ട് എങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യണമെന്ന് നേരത്തെ ഒരു ഐഡിയ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഒത്തിരി ഈസി ആയിരുന്നു. തിങ്കിൻ്റെ അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. സിമിലർ ആയിട്ട് സീൻ ഡ്രോയിങ്ങും അങ്ങനത്തെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ ടൈം മാനേജ് ചെയ്യാൻ പറ്റി. നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ലാസ്റ്റ് കുറച്ച് ഫ്യൂ എക്സാംസും നല്ല ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ആ ഒരു ടൈം മാനേജ്മെൻറ്റ് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സീൻ ഡ്രോയിങ്, സീക്വൻസ് ഡ്രോയിങ്, ഫോം സെൻസിറ്റിവിറ്റി ഇതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് അതുപോലെ വന്നുകൊണ്ട് ചെയ്യാൻ പറ്റി. തിങ്കിന്റെ മോക്ക് എക്സാം കാരണമാണ് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണെന്ന് മനസ്സിലാവാൻ പറ്റിയത്. ലൈക്ക് ആദ്യം MSQ ടൈപ്പ് ക്വസ്റ്റ്യൻസും അല്ലാണ്ട് 1 word ആൻസേഴ്സും ഉണ്ടെന്നൊക്കെ അപ്പോഴാണ് മനസ്സിലായത്. സോ ഇറ്റ് വാസ് യൂസ്ഫുൾ. പാർട്ട് ടൈം കുറച്ചുകൂടെ മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നി. ഇതെൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ് ആക്ച്വലി സീഡിൻ്റെ. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ കാട്ടി ഇപ്രാവശ്യം കുറേയും കൂടെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നി. നമ്മൾ പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ ആയിരുന്നുണ്ടായിരുന്നു. ഇപ്പം ആനിമൽ പെർസ്പെക്റ്റീവിലാണെങ്കിലും പ്രോപ്പർ ഐ ലെവലിന്റെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അത് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നു. ടൈം മാനേജ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? പാർട്ടേ ഡിഫിക്കൽട്ട് ആയിരുന്നു. കാരണം ഈവൻ ദോ എളുപ്പ ക്വസ്റ്റ്യൻസ് ആയിരുന്നെങ്കിലും ചില ക്വസ്റ്റ്യൻസിൽ സ്റ്റക്ക് ആവുമായിരുന്നു ഞാൻ. അപ്പം എനിക്ക് ചില ക്വസ്റ്റ്യൻസ് കൂടുതൽ ടൈം എടുത്തുകൊണ്ട് ലാസ്റ്റ് കുറേയൊക്കെ കവറപ്പ് ചെയ്യാൻ പറ്റുമോ. പക്ഷേ ന്യൂമറിക്കൽ പാർട്ട് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു കമ്പാരിറ്റീവ്. ആപ്റ്റിറ്റ്യൂഡ് മാത്രം കുറച്ചൊരു ലാസ്റ്റ് ആയപ്പോഴേക്കും ഒരു ഹറിബറി ഉണ്ടായിരുന്നു. ബാക്കി കുഴപ്പമില്ലായിരുന്നു. എന്നാലും കുറച്ചും കൂടെ സ്പീഡ് ഉണ്ടായിരുന്നു. മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു സ്പീഡ് ഉണ്ടായിരുന്നു. എനിക്ക് പാർട്ട് ബി ആയിരുന്നു കുറച്ചും കൂടെ മാനേജ് ചെയ്യാൻ ഇച്ചിരി ടഫായിരുന്നു. ബട്ട് പാർട്ട് എയും എല്ലാം കംപ്ലീറ്റ് ചെയ്തില്ല. ബട്ട് സ്റ്റിൽ ലൈക്ക് ഓവറോൾ എല്ലാം ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ നമ്മൾ ഈ യൂസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കില്ലേ? സോ അതൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പറേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? ആക്ച്വലി നമ്മൾ വരയ്ക്കുന്ന ടൈം മാനേജ്മെൻറ്റ് കുറച്ചുകൂടെ ഒരു ടൈമർ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഇവിടെ ഞാൻ 2 എക്സാം എഴുതി അറ്റൻഡ് ചെയ്തപ്പോഴും നമ്മൾ ഫ്രീ ആയിട്ടിരുന്ന് സ്കെച്ച് ചെയ്യുന്ന പോലെയല്ല. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ കിട്ടി ഇത്ര ടൈമിനകത്ത് നമ്മളിത് സ്കെച്ച് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒത്തിരി ഈസി ആയിരിക്കും. ടൈം മാനേജ്മെന്റ് കാര്യം പറയുകയാണെങ്കിൽ ടൈം മാനേജ്മെന്റ് എല്ലാവരും കൂടെ നോക്കുക. പ്രിപ്പറേഷൻ വൈസ് പ്രീവിയസ് പേപ്പേഴ്സ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്തപ്പോൾ ഒരു ഐഡിയ കിട്ടി ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് ഐ തിങ്ക് എനിക്ക് കുറച്ചും കൂടെ സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റി. ലൈക്ക് ഈസി ക്വസ്റ്റ്യൻസ് ആണോ മീഡിയം ടഫ് ആണോ. അപ്പോൾ അതനുസരിച്ച് എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഇത് അറ്റൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഐ വാസ് നോട്ട് ഷുവർ ലൈക്ക് എന്ത് ബേസിസിൽ പ്രിപ്പയർ ചെയ്ത് പോകണം എന്ന്. ഇപ്പോൾ മോക്ക് എക്സാംസ് കാരണവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ ക്ലാസ്സസൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഏത് രീതിയിൽ പോകണം എന്ന്. ഈവൻ ദോ എക്സാക്ട് സെയിം ആൻസർ അല്ല വരുന്നെങ്കിൽ ക്വസ്റ്റ്യൻസ് അല്ല വരുന്നെങ്കിൽ പോലും ചെറിയൊരു ഐഡിയ കിട്ടിയിരുന്നു.
ഫസ്റ്റ് ഞാൻ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് പേപ്പേഴ്സ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്, പക്ഷെ ഫൈനലി വന്നപ്പം കുറച്ചും കൂടെ ബാലൻസ്ഡ് ആൻഡ് മോർ ഈസിയർ ആയിരുന്നു. അപ്പം പ്രിപ്പറേഷൻ കുഴപ്പമില്ല. എക്സാമിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവല് നമ്മൾ റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 1 to 10 എത്ര കൊടുക്കും? ഒരു 8 കൊടുക്കും. കാരണം കൂടുതലും ഒബ്സർവേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു ആപ്റ്റിറ്റ്യൂഡിനകത്ത്. അപ്പോൾ ടൈം കുറച്ചും കൂടി പെട്ടെന്ന് പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻസിനകത്ത്. 7-8. 6 to 7. ഒരു 7. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടട്ടെ, നല്ല റാങ്കിലേക്ക് വരട്ടെ. ഓക്കെ. താങ്ക് യു.